എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുള്ള സാധനം, കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സാധനവും കൂടിയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കുക്കിംഗ് തുടങ്ങിയിട്ട് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു സ്നാക്കാണ്. കേരളക്കാർക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അതായത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ, കൂടുതൽ ബിൽഡപ്പ് ഞാൻ കൊടുക്കുന്നില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ രതീഷ് അല്ല, നമ്മുടെ പഴംപൊരി. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പഴംപൊരി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് അത് ഏത്തക്കാപ്പം എന്നൊക്കെ പറയും. അപ്പം പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. എന്താവും എന്തോ ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പൊ ബാ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരിക്ക് ആവശ്യമായ സാധനങ്ങൾ, ആദ്യം അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണമല്ലോ. അതിനായി 1 കപ്പ് മൈദ എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഈ അരിപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ക്രഞ്ചിനെസ് കിട്ടാനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ കളർ വേണമല്ലോ, അപ്പോൾ അതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യമായത് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയുമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലേ അത് മിക്സ് ആവത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര, അതായത് പൊടിച്ച പഞ്ചസാരയും ഏലക്കയും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ചത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിനകത്ത് മിക്സ് ആവാനാണ് കേട്ടോ. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചാണ് എത്രയാണ് പഞ്ചസാര ഇടുന്നതെന്നൊക്കെ പറയേണ്ടത്. ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ആദ്യം. അതിന് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. പതുക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഭയങ്കര ലൂസും ആവരുത്, എന്നാൽ ഭയങ്കര തിക്കും ആവരുത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര തിക്കും ആവരുത്, അതുപോലെ തന്നെ ഭയങ്കര ലൂസും ആവരുത് കേട്ടോ. അതുപോലെ ഇച്ചിരി കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ. ഇത് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4 സ്പൂൺ ഇതാണ് കേട്ടോ, പഞ്ചസാരയാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് 20 മിനിറ്റ് അടച്ചു വെക്കാം. പഴംപൊരിക്ക് നമ്മൾ 4 ഏത്തക്കയാട്ടോ എടുത്തേക്കുന്നത്. ഇപ്പൊ ഏത്തപ്പഴം നമ്മൾ ഒരു ചെറിയൊരു ഏത്തപ്പഴം കേട്ടോ, വലിയ സൈസ് ഇല്ല, സ്മോൾ മീഡിയം സൈസിലെ ഏത്തപ്പഴം കേട്ടോ എടുത്ത്. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതിന്റെ 2 സൈഡ് അങ്ങ് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ തൊലി അങ്ങ് നമ്മൾ കളയാം. ഇതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം ആ കത്തി ഒന്ന് നമ്മൾ തുടച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വലിയ പഴമാണെങ്കിൽ നിങ്ങൾ നടുക്ക് വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് മുറിക്കാം കേട്ടോ. ഇത് ചെറിയ പഴമായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 3 സ്ലൈസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ തിൻ സ്ലൈസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ 4 ഏത്തപ്പഴം ഞാൻ ഇതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴം നോക്കി വേണം നമ്മളെപ്പോഴും പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു നാച്ചുറൽ മധുരവും കിട്ടും. പിന്നെ കഴിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള പഴംപൊരി കിട്ടും. അപ്പം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി നമ്മുടെ ഈ പഴംപൊരിയുടെ ബാറ്റർ ഒന്ന് തുറക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടേ ഉണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ? ഇപ്പോഴും അതുപോലെ നല്ല ഭയങ്കര ലൂസും അല്ല എന്നാൽ ഭയങ്കര തിക്കും അല്ല കേട്ടോ. അത് ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് നന്നായിട്ട് കലക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് പഴം മുക്കാം. നമുക്ക് ഒരു കുഴിവുള്ള പാത്രം ആദ്യം എടുക്കണം കേട്ടോ. കാരണം ഇതൊരു ഇച്ചിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടതുകൊണ്ട് ഇച്ചിരി കുഴിവുള്ള പാത്രം എടുത്ത് അതൊന്ന് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കാം. അത്യാവശ്യം കുറച്ച് എണ്ണ വേണ്ടി വരും, കാരണം പഴംപൊരിയാണ്, അപ്പം അറിയാലോ. നമ്മുടെ എണ്ണ ഒഴിച്ചു. ഇനി ഇത് നമുക്ക് ഒന്ന് മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. മീഡിയം തീയിലേ വെക്കാവൂ, ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കരുത്. എണ്ണയുടെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കണം കേട്ടോ. അപ്പം ആ പഴംപൊരിക്ക് നല്ലൊരു ഫ്ലേവറും അതിൻ്റെ ഫ്ലേവർ എൻഹാൻസും ചെയ്യും കേട്ടോ. നമ്മൾ ഈ എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ആദ്യം കുറച്ച് മാവ്, വളരെ കുറച്ച് മാവ് ആദ്യം ഒന്ന് ഇട്ട് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കാരണം മാവ് ഇട്ട ഉടനെ അതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടായെന്ന് അർത്ഥം. ഇനി നമുക്ക് പഴം ഇതിനകത്തോട്ട് മുക്കിയിട്ട് ഇടാം. ആ പഴം നമുക്ക് നന്നായിട്ട് ബാറ്ററിലോട്ടൊന്ന് മുക്കി ഇനി ഒന്ന് നമുക്ക് എണ്ണയിലേക്കിടാം. നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. അടുത്ത പഴവും കൂടെ മുക്കി ഇടാം. കുറച്ച് സ്പേസ് ഇട്ട് വേണം കേട്ടോ ഇടാൻ. ഒരുപാട് കൂടുതൽ ഇടരുത് കേട്ടോ. ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ പഴം ഇങ്ങനെ പൊങ്ങി വരും. ആ സമയമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതെന്താ തിരിയാക്കി? കറക്റ്റ് തിരിയാ. ആ സൈഡും കൂടെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഴംപൊരി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. നല്ല അടിപൊളി പഴംപൊരി അല്ലേ? കാണാൻ തന്നെ രസമുണ്ടല്ലേ? നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ടിഷ്യൂ ഒക്കെ ഇട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കാരണം അതിന്റെ എക്സസ് എണ്ണ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചോളും. ഇതാ നമ്മുടെ കിഡിലും പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ്, അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി ഒരു സ്നാക്കാണ്. അപ്പൊ പഴംപൊരിയുടെ കൂടെ നമ്മളൊരു കാപ്പിയും കൂടെ കുടിക്കണം അല്ലേ? അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കാപ്പിയും പിന്നെ ഒരു പഴംപൊരിയൊക്കെ കൂടെ കഴിക്കുമ്പോ അടിപൊളി. അങ്ങനെ നമ്മുടെ പഴംപൊരി സക്സസ്ഫുള്ളായി. ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല പഴുത്ത പഴം എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക. നല്ല പഴുത്ത പഴമാണെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവറും നല്ല മധുരവും ഒക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എത്ര മധുരം ആഡ് ചെയ്താലും പഴത്തിൻ്റെ ഒരു നാച്ചുറൽ മധുരം ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ നല്ല പഴുത്ത പഴം തന്നെ യൂസ് ചെയ്യണം. അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്പിനെസ് ഒക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പം നിങ്ങളും പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെപ്പോലെ ആദ്യമായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്, ഇത് കണ്ടാണ് ഒന്ന് പഴംപൊരി ഉണ്ടാക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.